ഹേ ഗായ്സ്, നിങ്ങളുടെ നാട്ടിലൊരു രജിസ്റ്റേർഡ് നേഴ്സാണോ? BSc ചെയ്യണമോ? ഏതായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസും ഇല്ല. ജർമ്മനിയിലേക്ക് വരാൻ എക്സ്പീരിയൻസ് മാൻഡറ്ററി അല്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് B2 വരെ പഠിക്കുക. ഇത് പഠിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും കോൺവിക്കേഷൻ സർട്ടിഫിക്കറ്റും അറ്റസ്റ്റേഷനും ട്രാൻസ്ലേഷനും ചെയ്ത് ഇവിടുത്തെ നിങ്ങളുടെ എംപ്ലോയറിന് അയച്ചു കൊടുക്കുക. ആ എംപ്ലോയർ നിങ്ങളുടെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി ഇവിടുത്തെ ഗവൺമെൻറ്റിന് ഫോർവേഡ് ചെയ്യും. ആൻഡ് അവരാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ അവേഴ്സും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇവിടെ വന്നിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് മിനിമം ഒരു 6 മാസത്തിനുള്ളിൽ ഈ ഒരു ഡോക്യുമെൻ്റ് കയ്യിൽ കിട്ടും. അതിന് ബെഷൈഡ് എന്നാണ് പറയുന്നത്. ഈ ബെഷൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അണ്ടർസ്റ്റാൻഡിംഗ് ചെയ്യുമ്പം അൺപാസിംഗ് ലെയർഗാങ് ആണോ അതോ കെന്നസെ പ്രൂഫിംഗ് ആണോ ചെയ്യുക എന്നുള്ളത്. അത് നിങ്ങളുടെ അവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ആൻഡ് ഇത് കംപ്ലീറ്റ് കിട്ടി വരുന്നവരും ഉണ്ട്. അവരുടെ അവേഴ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർക്കിത് ചെയ്യേണ്ടതായിട്ട് വരില്ല. ആൻഡ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡിംഗ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു അസിസ്റ്റൻറ്റ് നേഴ്സായിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് മാറുന്നത്.